റോഷി പാൽ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ബ്രേക്കിംഗ് നമ്പർ 2 ഇന്നെന്താണ് മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ്? തീർച്ചയായിട്ടും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടതല്ല, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മറ്റെന്തു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ആണ് റോഷി? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് നമുക്കറിയാം കോൺഗ്രസിലെ ഭിന്നതയും തർക്കങ്ങളൊക്കെ അത് രമ്യതയോടെ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, പ്രത്യേകിച്ച് ഈ മാടായി കോളേജ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായ KPCC പുനഃസംഘടന. ആ KPCC പുനഃസംഘടന ഏതാണ്ട് അനിശ്ചിതത്വത്തിലാണ് ഇപ്പോഴുള്ളത്. കാരണം ഹൈക്കമാൻഡ് അടിമുടി പുനഃസംഘടന ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചന നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ അനൗദ്യോഗികമായോ ഔദ്യോഗികമായിട്ടോ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ KPCC അധ്യക്ഷനുമായി KC വേണുഗോപാൽ ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാലോചന നടത്തിയിരുന്നു. പക്ഷേ KPCC അധ്യക്ഷനെ മാറ്റാനുള്ള ഒരു ആലോചന ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതിനെതിരെ കടുത്ത എതിർപ്പ് പരസ്യമായി തന്നെ സംസ്ഥാനത്ത് ഉയർന്നു കഴിഞ്ഞു. പരസ്യമായി ആദ്യം ശശി തരൂർ പ്രതികരിച്ചു, പിന്നാലെ K മുരളീധരൻ, എല്ലാ നേതാക്കളും K സുധാകരൻ തുടരണം എന്ന അഭിപ്രായം. അതിന് കാരണമായി അവർക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി, അതിന് പിന്നാലെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മുന്നേറ്റമുണ്ടാക്കിയത് K സുധാകരൻ പാർട്ടിയെ നയിച്ചതുകൊണ്ടാണെന്ന് അവർ വാദിക്കുന്നു. പക്ഷേ മറ്റൊരു വിഭാഗം സുധാകരനെ മാറ്റണം, അടിമുടി പുനഃസംഘടന അല്ലെങ്കിൽ പുനഃസംഘടന പൂർണ്ണമാകണമെങ്കിൽ K സുധാകരനെ കൂടി മാറ്റണമെന്ന ആവശ്യവും ഉയർത്തുന്നു. അങ്ങനെയെങ്കിൽ നേതൃമാറ്റം പൂർണ്ണമായി നടക്കണമെന്ന് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. ഏതായാലും അതുകൊണ്ട് തന്നെ ആശയക്കുഴപ്പം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം പുനഃസംഘടന നടത്തുകയും വേണം, പക്ഷേ അധ്യക്ഷനെ മാറ്റാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെയെങ്കിൽ ഒരു മുഖം മിനുക്കലിലേക്ക് പുനഃസംഘടന ഒതുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും നിർജ്ജീവമായ അല്ലെങ്കിൽ സജീവമല്ലാത്ത നേതാക്കളെയൊക്കെ മാറ്റാനുള്ള ആലോചനയിലേക്ക് നേതൃത്വം KPCC ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ടുള്ള പുനഃസംഘടനയിൽ ഒതുങ്ങുമോ അവസാനം? ഏതായാലും വലിയൊരു പുനഃസംഘടന എന്തായാലും പ്രതീക്ഷിക്കണം. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ പെട്ടെന്ന് തുടങ്ങണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പുനഃസംഘടന ചർച്ചകൾ നടത്തി രമ്യതയോടെ നടത്തിയില്ലെങ്കിൽ വലിയ പൊട്ടിത്തെറിക്ക് പാർട്ടി സാക്ഷ്യം വഹിക്കും. അത് ഗുണകരമാകില്ല. പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട്. അതുകൊണ്ട് രമ്യതയോടെ പുനഃസംഘടന പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. അതും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അവസാനത്തോടെ പുനഃസംഘടന പൂർത്തിയാക്കണം. അതിൽ തന്നെ KPCC ഭാരവാഹികൾ ചിലരെങ്കിലും നിർജ്ജീവമാണ്, അവർ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമല്ല. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തുമ്പോൾ ചില ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർ മികവ് പുലർത്തിയിട്ടില്ലെന്ന് AICCക്ക് തന്നെ ബോധ്യമുണ്ട്. അവരെയൊക്കെ മാറ്റണം. KPCC അധ്യക്ഷനെ പദവിയിൽ തുടർന്നുകൊണ്ട് ചില ഭാരവാഹികളൊക്കെ മാറ്റി പുതിയ ആളുകളെ നിർത്തി അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ആലോചനയാണ്. നേരെ മറിച്ച് അടിമുടി പുനഃസംഘടനയിലാണെങ്കിൽ ജംബോ കമ്മിറ്റി പൂർണ്ണമായും ഒഴിവാക്കിയുള്ള കമ്മിറ്റിയാണ് ആദ്യം ലക്ഷ്യമിട്ടത്. പക്ഷേ ഇനി അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് നേതാക്കളുടെ തന്നെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്ന് പ്രധാനപ്പെട്ട പല നേതാക്കളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അനൗപചാരികമായ ചർച്ചകൾ പാർട്ടിയിൽ സജീവമാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, താങ്ക് യു. റോഷി പാലാണ് വിവരം നൽകിയത്. ഇന്നിപ്പോൾ KPCC ഭാരവാഹികളുടെ യോഗം കൂടിയുണ്ട്. KPCC പുനഃസംഘടന സമഗ്രമായിട്ടുള്ളൊരു അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെച്ചത്. പക്ഷേ KPCC പ്രസിഡന്റിനെ നീക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ KPCC പ്രസിഡന്റിന് പിന്നിൽ ശക്തമായൊരു വിഭാഗം നിലയുറപ്പിച്ചു. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെങ്കിലും ശരി, അതല്ല മറുഭാഗത്ത് ശശി തരൂരാണെങ്കിലും ശരി, ഇവരെല്ലാവരും രമേശ് ചെന്നിത്തലയാണെങ്കിലും ശരി, ഒറ്റ നിലപാടാണ് എടുത്തത്. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ല. കാരണം ലോക്സഭയിൽ 19 സീറ്റുകൾ വിജയിച്ചു, അത് ഈ KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലല്ലേ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റ് നിലനിർത്താൻ സാധിച്ചു, വയനാട് വലിയ ഭൂരിപക്ഷം ഉയർത്താൻ സാധിച്ചു. അതൊക്കെ ഈ KPCC പ്രസിഡന്റ് നേതൃത്വത്തിലാണെങ്കിൽ എന്തു പറഞ്ഞു മാറ്റും എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KPCC പുനഃസംഘടന അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. മുഖം മിനുക്കിയുള്ള ഒരു പുനഃസംഘടന മാത്രമായിരിക്കും KPCCയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക.